നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു. ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയെന്നതാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നുവെന്നും സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നുവെന്നുമാണ് വിജിലൻസിന്റെ നിർണായക കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. 2019 ദ്വാരപാലക ശില്പങ്ങളുടെ 2 സൈഡ് പാളികളുമായാണ് സ്വർണം പൊതിയാൻ കൊണ്ടുപോയത്. 1.5 കിലോ സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞതെന്നും എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ച പാളിയിലുള്ളത് 394 ഗ്രാം സ്വർണം മാത്രമായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നുവെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. വിജയ് മല്യ സ്വർണമാണ് പൊതിഞ്ഞതെന്നും 8 സൈഡ് പാളികളിലായി 4 കിലോയാണ് പൊതിഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ 2 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു. നൽകിയ ആ പാളികളിൽ എത്ര സ്വർണമുണ്ടെന്ന് ഇനി തിട്ടപ്പെടുത്തണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന് അയച്ച ഇമെയിൽ സന്ദേശമാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായിരുന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ വിവരം ചോദിച്ച് ഇമെയിൽ അയച്ചു. മെയിൽ അയച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പം കൈമാറിയെന്നും ഈ സന്ദേശത്തിൽ നിന്നാണ് ഗൂഢാലോചന സംശയിക്കുന്നതെന്നും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം വിജിലൻസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അന്വേഷണത്തിനായി ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കി. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. 5 പേരായിരിക്കും ഈ അന്വേഷണ സംഘത്തിലുണ്ടാവുക. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും കോടതി വ്യക്തമാക്കി. ഇതിനിടെ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് വിഷയം ഉന്നയിച്ചത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തുടർന്ന് സ്പീക്കറുടെ ഡയസിനു മുന്നിൽ ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്. അയ്യപ്പന്റെ സ്വർണം കട്ടവൻ അമ്പലം വിഴുങ്ങുകൾ എന്ന ബാനറിലാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഒരു സഭയിലും ചോദ്യോത്തരവേളയിൽ ബഹളം ഉണ്ടാക്കാറില്ലെന്ന് ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അംഗങ്ങളെ ഉപദേശിക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റേത് കേരളത്തിലെ ജനങ്ങളോടുള്ള അവഗണനയെന്നാണ് സ്പീക്കർ AN ഷംസീർ പറഞ്ഞത്. പ്രതിഷേധം കനത്തതോടെ ചോദ്യോത്തരവേള സ്പീക്കർ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ SIT അന്വേഷണത്തിന് നിർദ്ദേശിച്ച ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിനാണ് അന്വേഷണത്തിന് മേൽനോട്ട ചുമതലയുള്ളത്. SPS ശശിധരന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. സൈബർ ടീം അടങ്ങുന്ന പ്രത്യേക സംഘമായിരിക്കും ഈ അന്വേഷണം നടത്തുക. അന്വേഷണം രഹസ്യമായിട്ടായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന് സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗുരുതര കുറ്റങ്ങൾ നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. വാകത്താനം CI അനീഷ് ജോയ്, കയ്പമംഗലം CI ബിജു രാധാകൃഷ്ണൻ, കൊച്ചി സൈബർ പോലീസ് CI സുനിൽ കുമാർ, പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ S ശശിധരൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണ തീരുമാനം പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്നും കോടതി ഇടപെടലിൽ വലിയ സന്തോഷമുണ്ടെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. സർക്കാർ പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ ഒരു പങ്കുമില്ല. തീർത്ഥാടന കാലത്ത് സഹായം ലഭ്യമാക്കൽ മാത്രമാണ് ജോലി. ദേവസ്വം ബോർഡിന്റെ 1 പൈസ പോലും സർക്കാർ എടുക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.